നിലവിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഇനി ജോലിയിലേക്ക് കയറാൻ പോകുന്ന ആൾക്കാർക്കും ഗുണപരമായിട്ടുള്ള ചെറിയ കുറച്ച് മാറ്റങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഇന്ന് വന്നിട്ടുണ്ട്. നവംബർ 21, 2025 കേന്ദ്ര ഗവൺമെന്റ് 4 പുതിയ ജോലി സംബന്ധമായ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു. ആ 4 നിയമങ്ങളിൽ ഒന്ന് വേജ് കോഡ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്, 2 സോഷ്യൽ സെക്യൂരിറ്റി കോഡ് എന്ന് പറഞ്ഞിട്ടാണ്, 3 ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ്, തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള അടിപിടി സംബന്ധമായ കാര്യങ്ങൾ തീർപ്പാക്കാൻ വേണ്ടിയിട്ട്. പിന്നെയുള്ള ഒരു കോഡ് എന്താണെന്ന് വെച്ചാൽ ഒക്കുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ് 2020. ഇത് മുമ്പേ കൊറോണ സമയത്തൊക്കെ ഉണ്ടായിരുന്നതാണ്, പക്ഷെ അത് 2025 നവംബർ 21 എന്ത് ചെയ്തത്, ഇംപ്ലിമെന്റ് ചെയ്തത്. ഇനി എന്തിനാണ് ഈ നിയമങ്ങൾ ഒന്ന് പൊളിച്ചെഴുതി കൊണ്ടുവന്നിരിക്കുന്നത്? പഴയ 29 നിയമങ്ങൾ, കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയിരുന്ന 29 നിയമങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പുതിയ 4 സംഭവങ്ങളാക്കിയിട്ട് എന്ത് ചെയ്തു, ചുരുക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1930-നും 1950-നും ഇടയിലാണ് ഇതിനു മുമ്പുണ്ടായിരുന്ന പല നിയമങ്ങളും നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത്. ആ നിയമങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ കാലോചിതമായ മാറ്റങ്ങളൊന്നും ആ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ടെക്നോളജി റവല്യൂഷനും നമ്മളിപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോമും ഓൺലൈൻ ട്രേഡിങ്ങും എല്ലാ മേഖലയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ പുതിയ 4 നിയമങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തൊഴിലാളികൾക്ക് ഒരുപാട് മെച്ചമുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് മെച്ചങ്ങളാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു 4 കോഡിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നു. ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ജോലിക്കാർക്കും കൃത്യമായ ശമ്പളം, കൃത്യമായ സമയത്ത് ശമ്പളം കൊടുക്കാനും മിനിമം വേജസ് കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ജോലിക്കെടുക്കുന്ന മുഴുവൻ ആൾക്കാർക്കും അപ്പോയിന്റ്മെന്റ് ലെറ്റർ, നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു ഇതാണ്. എല്ലാ ആൾക്കാർക്കും ജോലിക്ക് എടുക്കുന്ന സമയത്ത് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 40 വയസ്സിന് മുകളിലുള്ള എല്ലാ ജോലിക്കാർക്കും വർഷത്തിൽ ഒരു ഹെൽത്ത് ചെക്കപ്പ്, ആനുവലി ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഫിക്സ്ഡ് ടേം എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അതിൽ ജോലി എടുക്കുന്ന ആൾക്കാർക്ക് 1 വർഷം കഴിഞ്ഞാൽ ഗ്രാറ്റുവിറ്റിക്ക് ഒരു ബെനിഫിറ്റ് കിട്ടും എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തുല്യമായ വേതനം, സോഷ്യൽ സെക്യൂരിറ്റി, പല വിദേശ രാജ്യങ്ങളിലും ഉള്ളതാണ് സോഷ്യൽ സെക്യൂരിറ്റി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ട് ഹെൽത്ത് സെക്യൂരിറ്റി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റമായിട്ട് ഇത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഇത് നിങ്ങളുടെ ജോലി എടുക്കുന്ന സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും.